സഖറിയായുടെ പുസ്തകത്തിലെ 12-ാമത്തെ അധ്യായം 10-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷകൻ 19-ാമത്തെ അധ്യായത്തിൽ 33-34 വാക്യങ്ങളിലും വെളിപാട് പുസ്തകത്തിലെ 1:7 ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ലോകത്തിൻ്റെ രക്ഷയ്ക്കായി കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടവനെ നോക്കി നിൽക്കാനാണ് ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ഞാൻ നിങ്ങളെ ക്ഷണിച്ചത്. ആ കുരിശിൻ്റെ അർത്ഥം എന്താണെന്ന് ഇന്നും അറിയാത്തവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 18 മുതൽ വാക്യങ്ങളിൽ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമാണ് ഈ കുരിശ്. ഇന്നും പലരും പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു മനുഷ്യൻ കുരിശിൽ മരിച്ച് പെരുങ്കള്ളനെ പോലും മരിച്ചതിനെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ പള്ളിയിൽ വന്നിരിക്കുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? ഇത് ഇന്ന് തുടങ്ങിയതല്ല. കുരിശിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തവർ, യേശു പീഡകൾ സഹിച്ച് മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് അറിഞ്ഞപ്പോഴും പോലും അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ശിഷ്യന്മാരായിരുന്ന 2 പേർ എമ്മാവൂസിലേക്ക് പോയ വിവരം ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഇന്നത്തെ ആധുനിക ജനതയ്ക്ക് പലർക്കും മനസ്സിലാകാത്തതാണ് യേശുവിൻ്റെ കുരിശിൻ്റെ അർത്ഥം എന്ത് എന്ന്. അവർ അവരുടെ വഴിയെ പോയി. ഞാനും നിങ്ങളും പലപ്പോഴും ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മുടെ പദ്ധതികളുമായി പോവുകയാണ്. ലൂക്ക 24 വായിക്കുന്ന പോലെ അവരുടെ കൂടെ നടന്ന് മ്ലാനവതരായ ഭോഷന്മാരായ ഹൃദയം മന്ദീഭവിച്ചവരായ ആ വ്യക്തികളെ നോക്കിയിട്ട് അവരെ കൂടെ നടന്ന് യേശു പഠിപ്പിച്ചു. പഴയ നിയമത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ കുരിശിൻ്റെ അർത്ഥത്തെക്കുറിച്ച്, ഈ കുരിശിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ധ്യാനിക്കാൻ, പഠിക്കാൻ, അതിനനുസരിച്ച് കുരിശിനെ വിജയമായി കാണാൻ, മഹത്വമായി കാണാൻ, കിരീടമായി കാണാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഏകദേശം AD 30 നടന്ന സംഭവമാണ്. ഏകദേശം 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 2 കള്ളന്മാരുടെ കൂടെ പെരുങ്കള്ളനായി തലയോട്ടി മലയിൽ കിടക്കുന്നു. ഇങ്ങനെ കുറ്റവാളികൾ ആയിട്ടുള്ളവരുടെ മാതൃക നിങ്ങൾ അനുകരിക്കരുത്. ആരെങ്കിലും ഇതുപോലെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെയും ഇതുപോലെ തൂക്കിക്കൊല്ലുമെന്ന് പറയാൻ വേണ്ടിയാണ് കുരിശുമരണം നൽകിയിട്ടുള്ളത്. ഫിനീഷ്യക്കാരാണ് ഈ കുരിശുമരണം കണ്ടുപിടിച്ചതത്രേ. ലോകത്തിലെ ഏറ്റവും നികൃഷ്ടമായ, ഏറ്റവും അധികം വേദന അനുഭവിക്കുന്ന, ഏറ്റവും അധികം ദുഃഖപൂരിതമായ മരണമാണ് കുരിശുമരണം. 3-4 മണിക്കൂർ മുതൽ 6 ദിവസം വരെ ചിലപ്പോൾ കുരിശിൽ കിടക്കാറുണ്ടത്രേ. അതുകൊണ്ടാണ് റോമൻ പൗരന്മാർക്ക് ഈ കുരിശുമരണം പാടില്ല എന്ന് പറഞ്ഞ് പൗലോസിനെ അങ്ങനെ തലവെട്ടിക്കൊന്നത്, കുരിശിലെ പത്രോസിനെ പോലെ കുരിശിലേറ്റാതെ. പലപ്പോഴും കുരിശിൽ നെടുകയുള്ള മുകളിലേക്കുള്ള തടി നിലത്ത് കുത്തിവെച്ചിരിക്കായിരിക്കും. ഏകദേശം 15 അടിയോളം ഉയരമുണ്ട്. കുറ്റവാളികളുടെ തോളിൽ പലപ്പോഴും വിലങ്ങനെയുള്ള തടി, ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ഏകദേശം 45 കിലോയോളം തൂക്കമുള്ള വിലങ്ങനെയുള്ള തടി തോളിൽ വയ്ക്കും. കുറ്റം കഴുത്തിൽ തൂക്കിയിടും. അത് പ്രത്യേകിച്ചും ബൈബിളിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം 20:25 പറയുന്നതനുസരിച്ച് കൈകാലുകളിൽ ആണികൾ തറച്ചു. ആണിപ്പഴുതുകളുണ്ട്. പിന്നീട് വിലാപ്പുറത്ത് കുത്തി. 5 മുറിവുകളുണ്ട്, പ്രധാന മുറിവുകൾ. തലയിൽ മുൾമുടിയുണ്ട്. സാധാരണ മറ്റുള്ള കുറ്റവാളികൾക്ക് കിട്ടാറില്ലെങ്കിലും യേശുവിനെ കളിയാക്കാൻ വേണ്ടി, കുറ്റപ്പെടുത്താൻ വേണ്ടി ഇടയ്ക്ക് പീലാത്തോസ് ചെയ്ത സൂത്രമാണ് മുൾമുടി. ഇങ്ങനെ വികൃത രൂപത്തിൽ കിടക്കുന്ന, യഹൂദർക്ക് ഇടർച്ചയായ, വിജാതിയർക്ക് ഭോഷത്വമായി കുരിശിൽ കിടക്കുന്ന ആ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എന്തുകൊണ്ട് കുരിശ്?
കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥ, പലതരത്തിലുള്ള പ്രതിസന്ധി, യുദ്ധത്തിൻ്റെ ഭീഷണി, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രതിസന്ധികൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഈ ദുഃഖ വെള്ളിയാഴ്ചകൾ എന്ന് ചോദിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷേ ഇത് പെട്ടെന്നുണ്ടായൊരു സംഭവമല്ല. പഴയ നിയമത്തിൽ തന്നെ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ കുരിശിൽ കിടക്കുന്നവനെ, തടിയിൽ തൂങ്ങിക്കിടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ അവൻ ശബ്ദനാണ്, ഒരിക്കലും ഇങ്ങനെയുള്ള മരണം കിട്ടരുതെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ അപ്പുറത്ത് സൂചനകൾ ധാരാളമായിട്ടുണ്ട്. ഇന്നത്തെ ഒന്നാമത്തെ വായന ഇസഹാക്കിൻ്റെ ബലിയെക്കുറിച്ചുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ ബലിയർപ്പിക്കാനായി മലയിലേക്ക് അബ്രാഹം പോവുകയാണ് മകൻ ഇസഹാക്കിനെയും കൊണ്ട്. വിറകും എണ്ണയും കത്തിയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു, മകൻ ചോദിക്കുന്നത്, അപ്പ നമുക്ക് വിറകും എണ്ണയും കത്തിയും ഒക്കെ ഉണ്ട്, എവിടെയാ ബലി അർപ്പിക്കപ്പെടാനുള്ള കുഞ്ഞാട്? ഇസ്ഹാക്ക് പറയുന്നു, ദൈവം തരും. എന്നിട്ട് ചെയ്തത് എന്താണ്? സ്വന്തം മകനെ വലിഞ്ഞു മുറുക്കി കെട്ടി ബലിപീഠത്തിൽ ആ വിറകിന്മേൽ വയ്ക്കുന്നു. ദൈവത്തോടുള്ള വിശ്വസ്തത കണ്ടപ്പോൾ ദൈവം മകന് പകരം കുഞ്ഞാടിനെ ബലിയായി അർപ്പിക്കാൻ കൊടുക്കുകയാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? ദുഃഖവെള്ളിയാഴ്ച കുഞ്ഞാടിന് പകരം ദൈവം തൻ്റെ പുത്രനെ തന്നെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി നൽകുന്ന ചരിത്രമാണ് നാം മനസ്സിലാക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം ഇന്നലെ വായിക്കുകയുണ്ടായി, പ്രത്യേകിച്ചും 12-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ പെസഹ ആചരിച്ചപ്പോൾ ഈജിപ്തിലെ 430 വർഷത്തെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കാനായി ദൈവം മോശയെ തിരഞ്ഞെടുത്തപ്പോൾ, ഫറവോയിൽ നിന്ന് രക്ഷിക്കാനായി 10 മഹാമാരികൾ അയച്ചപ്പോൾ, ഇസ്രായേൽ കുടുംബങ്ങളെ രക്ഷിക്കാനായി കണ്ടുപിടിച്ച മാർഗം കുഞ്ഞാടിനെ, ആടിനെ കൊന്ന് അതിൻ്റെ രക്തം കട്ടിൽപ്പടിയിൽ മേൽ തളിക്കുക. സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ഈ രക്തം കണ്ടപ്പോൾ, ബലിയുടെ രക്തത്തിൻ്റെ, കുഞ്ഞാടിൻ്റെ രക്തം കണ്ടവർ അവരൊക്കെ, ആ ഭവനങ്ങളൊക്കെ രക്ഷപ്പെടും. ഇവിടെ മനുഷ്യവർഗത്തെ രക്ഷിക്കാനായി വന്ന ദൈവത്തിൻ്റെ പദ്ധതിയിൽ കുഞ്ഞാട് യേശു തൻ്റെ രക്തം ചിന്തിയപ്പോൾ ആ സംഹാരദൂതൻ തിന്മകളുടെ ശക്തികളെല്ലാം അകന്നുപോയെന്ന് പഴയ നിയമത്തിലെ പെസഹ ഇതാ പുതിയ നിയമത്തിൽ ആവർത്തിക്കപ്പെടുകയാണ്. പെസഹ വെള്ളിയാഴ്ച കുഞ്ഞാട് വധിക്കപ്പെടും. പെസഹ വെള്ളിയാഴ്ച പ്രധാന പുരോഹിതൻ പരിശുദ്ധിയുടെ പരിശുദ്ധിയിൽ ചെന്ന് കറയില്ലാത്ത കുഞ്ഞാടിനെ കൊന്ന് ലോകത്തിൻ്റെ മുഴുവൻ പാപപരിഹാരമായി ബലിയർപ്പിക്കുന്നത് പോലെ പെസഹ വെള്ളിയാഴ്ച കാൽവരിയിൽ കറയില്ലാത്ത കുഞ്ഞാടായ യേശു വധിക്കപ്പെട്ട് രക്തം ചിന്തപ്പെട്ട് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി തീരുകയാണ്. ഏകദേശം 20 ലക്ഷത്തോളം പേര് ആ ദിവസങ്ങളിൽ അവിടെ ജെറൂസലേം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. കാരണം ഒരാടിനെ കൊന്ന് ബലിയർപ്പിക്കുമ്പോൾ ഏകദേശം 10 പേരുണ്ടാകണം. അങ്ങനെ ഏകദേശം 2 ലക്ഷത്തോളം ആടുകളെ കൊന്നിരുന്നെന്നാണ് പറയുന്നത്. ഈ കുഞ്ഞാടിന് പകരം മനുഷ്യപുത്രൻ തന്നെയാണ് ഇത് ബലിയർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപയോഹന്നാൻ, യോഹന്നാൻ്റെ സുവിശേഷം 1:29 വായിക്കുന്ന പോലെ യേശുവിനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? അന്ന് പെസഹ വെള്ളിയാഴ്ച ലോകത്തിൻ്റെ മുഴുവൻ പാപപരിഹാരത്തിനായി പ്രധാന പുരോഹിതൻ ബലിയർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കറയില്ലാത്ത കുഞ്ഞാടിനെയാണ് കൊന്നതെങ്കിൽ ഇതാ യാതൊരു തെറ്റും ചെയ്യാത്ത കറയില്ലാത്ത കുഞ്ഞാട് തന്നെയായി യേശു മാറുമെന്ന് സ്നാപയോഹന്നാൻ മുൻകൂട്ടി യേശുവിനെ കുറിച്ച് പ്രവചിക്കുകയായി. സംഖ്യയുടെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ മരുഭൂമിയിൽ വെച്ച് പാപം ചെയ്ത് അവർക്ക് സർപ്പദംശനമുണ്ടായി ഒരുപാട് പേര് മരിച്ചു. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോശയോട് യഹോവയായ ദൈവം പറഞ്ഞപ്പോൾ, നീ പിത്തള സർപ്പത്തീർത്തി ഉയർത്തുക,
അങ്ങനെ ചെയ്തപ്പോൾ ആ പിത്തള സർപ്പത്തെ നോക്കിയവരൊക്കെ രക്ഷപ്പെട്ടു. യേശു തന്നെ കുറിച്ച് പറയുന്ന ഇതാണ്. യോഹന്നാൻ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ, മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഞാനും ഉയർത്തപ്പെടും. അങ്ങനെ ഉയർത്തിയ യേശുവിനെ നോക്കുന്നവരെല്ലാം രക്ഷപ്പെടും. ഈ കുരിശിനെ നോക്കി രക്ഷയുടെ അടയാളം അതിൽ കാണാനായിട്ടാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ടാണ് യേശു തന്നെ കുറിച്ച് പറഞ്ഞത് യോഹന്നാൻ സുവിശേഷം 12:32, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും ആകർഷിക്കുമെന്ന്. ശാപത്തിൻ്റെ അടയാളമായിരുന്ന കുരിശിനെ രക്ഷയുടെ അടയാളമാക്കിയതാണ് ഈ കുരിശുമരണം. ആ കുരിശുമരണത്തെ നോക്കുന്നവർക്ക്, കുരിശിനെ നോക്കുന്നവർക്ക് മഹത്വമുണ്ട്. എല്ലാ മനുഷ്യരെയും കുരിശിലേക്ക് ആകർഷിച്ചു. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം വയ്ക്കപ്പെടുന്ന, ഏത് സ്ഥലത്തും വെച്ചിരിക്കുന്ന, ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്ന അടയാളം, പ്രതീകം, സിമ്പിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ ശാപത്തിൻ്റെ അടയാളമായ കുരിശിനെ അല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ലോകത്തിൽ നോക്കി ഏറ്റവും കൂടുതൽ ഏതാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? അത് കുരിശാണ്. ശാപത്തിൻ്റെ അടയാളം രക്ഷയുടെ അടയാളമായി മാറി. ഇന്ന് നമ്മൾ വായിച്ച രണ്ടാമത്തെ വായന വളരെയേറെ ശ്രദ്ധിക്കേണ്ട. സാധിക്കുമെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്ന് ഐസിയാ പ്രവാചകന്റെ പുസ്തകത്തിലെ 53-ാമത്തെ അധ്യായം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. വരാനിരിക്കുന്ന രക്ഷകൻ ആരാണ്? കുറേ പേര് വിചാരിച്ചത് രാജാവാണ്, ഇസ്രായേലിനെ രക്ഷിക്കുന്നവനാണ്, റോമക്കാരുടെ അടിമത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. പിന്നെ മനസ്സിലായി 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റി കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. രോഗികളെ സൗഖ്യപ്പെടുത്തിയപ്പോൾ, പിശാചുക്കളെ ബഹിഷ്കരിച്ചപ്പോൾ അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള രക്ഷകനാണ്. പക്ഷേ വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച് ഐസിയാ പ്രവാചകൻ യേശുവിനെ ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്ക് 53-ാമത്തെ അധ്യായം സാധിക്കുമെങ്കിൽ വീട്ടിൽ ചെന്നൊന്ന് വായിക്കുന്ന നല്ലതാണ്. വരാനിരിക്കുന്ന രക്ഷകൻ ആരാകുമെന്ന്. 4-ാമത്തെ വാക്യത്തിൽ, അവൻ നമുക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടു, നമ്മുടെ വേദനകൾ, വരാനിരിക്കുന്ന രക്ഷകൻ നമ്മുടെ വേദനകൾ അവൻ വഹിക്കും, നമ്മുടെ ദുഃഖങ്ങൾ അവൻ ചുമക്കുന്നു. ദൈവം അവരെ പ്രഹരിച്ചു, ശിക്ഷിച്ചു, ദണ്ഡിപ്പിച്ചു എന്നൊക്കെ തോന്നും. എന്നാൽ വീണ്ടും 5-ാമത്തെ വാക്യത്തിൽ പറയുന്ന വാക്ക്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി, യേശുവിനെ 800 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമ്മളിന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഐസിയാ പ്രവാചകൻ പറയുകയാണ്, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളിൽ നാം സൗഖ്യം പ്രാപിച്ചു, അവൻ നമുക്ക് പാപപരിഹാര ബലിയായി. 10-ാമത്തെ വാക്യം. വരാനിരിക്കുന്ന രക്ഷകൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഐസിയാസ് പ്രവാചകൻ അവിടെ പ്രവചിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന 3-19 കാണുന്ന ജീവന്റെ വൃക്ഷമായി, മരണത്തിൻ്റെ അടയാളമായ കുരിശ് ഉൽപ്പത്തി പുസ്തകത്തിലെ ജീവന്റെ വൃക്ഷമായി മാറുകയാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അടിമത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ചെങ്കടലിനെ വിഭജിച്ച അഹറോന്റെ വടി ഇതാ രക്ഷയായി. ഈ വടി തൂണ് മരം മാറുകയാണ്. മനുഷ്യവർഗത്തിന് ജീവജലം നൽകാനുള്ള മോശയുടെ ദണ്ഡ് ഈ പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് പോലെ നമുക്ക് ഇതാ കുരിശായി മാറുകയാണ്. ആ യേശു തൻ്റെ ജീവിതം എന്തിനായി ഭൂമിയിൽ അവതീർണനായി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി യേശു തന്നെ പറയുന്നത്, താൻ മത്തായി സുവിശേഷം 16, 17, 20 3 പ്രാവശ്യങ്ങളിൽ തൻ്റെ ലക്ഷ്യം ജെറൂസലമിലേക്ക് പോവുകയാണ്. 3 പ്രാവശ്യം പ്രവചനങ്ങൾ നടത്തി. പീഡകൾ സഹിക്കണം, മരിക്കണം, ഉത്ഥാനം ചെയ്യണം. അതിനാണ് പോയത്. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ പീഡാസഹനം. മനുഷ്യനെ രക്ഷിക്കാൻ സ്നാപകയോഹന്നാൻ ഉദ്ധരിച്ചതുപോലെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മാറണം.
അതിന് യേശു യോഹന്നാൻ സുവിശേഷം 12:24 അതിമനോഹരമായ ഒരു ഉപമ പറഞ്ഞു. മരണത്തെ തോൽപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഉപമ. അത് കോതമ്പ് മണിയുടേതാണ്. കോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ പുതുജീവൻ. മനുഷ്യവർഗത്തിന് മുഴുവൻ മരണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിത്യരക്ഷ, നിത്യജീവൻ നൽകാനുള്ള ജീവനായി തീരുന്നത് യേശുവാകുന്ന കോതമ്പ് മണി മരണത്തെ തോൽപ്പിച്ച് ഈ കുരിശിൽ കിടന്ന് അഴിഞ്ഞപ്പോഴാണ്, കല്ലറയിൽ അഴിഞ്ഞപ്പോഴാണ് അവിടെ ഉത്ഥാനം ചെയ്ത് പുതുജീവൻ പ്രാപിച്ചത്. അങ്ങനെയെങ്കിൽ പിന്നീട് യേശു തന്നെ പറഞ്ഞു, ഞാനാകുന്ന ദേവാലയത്തെ നശിപ്പിക്കുക. യോഹന്നാൻ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ദേവാലയത്തെ ശുദ്ധീകരിച്ചപ്പോൾ യേശു പറഞ്ഞത് തൻ്റെ ശരീരത്തെ 3-ാം ദിവസം ഉയർപ്പിക്കും എന്നുള്ള സത്യമാണ്. യോഹന്നാൻ സുവിശേഷത്തെ 12-ാമത്തെ അധ്യായത്തിൽ ഒരു സ്ത്രീ സുഗന്ധതൈലം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, അത് എൻ്റെ മൃതസംസ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ യേശു ഈ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ജീവിച്ചത്. പക്ഷെ മരണത്തെ തോൽപ്പിക്കാനാണ്. മാനുഷികമായി യേശുവിന് വേദനയുണ്ടായി. ശിഷ്യരോട് പറഞ്ഞു, 1 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്നോട് കൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാണ് ഇന്നലെയും ഇന്നുമൊക്കെ നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുന്നത്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. യേശു ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് അറിഞ്ഞപ്പോൾ വേദനയുടെ ആധിക്യത്തിൽ ചോദിച്ചു. മത്തായി സുവിശേഷം 26:39 കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി നിറവേറട്ടെ. ഇന്ന് പലപ്പോഴും നമ്മുടെ ചിന്ത ഈ പാനപാത്രങ്ങൾ ഒഴിഞ്ഞു പോകാനാണ്. മക്കൾ ബുദ്ധിമുട്ടാണ്, ശല്യമാണെന്ന് കരുതി മക്കളെ വേണ്ടെന്ന് വെക്കുന്ന മാതാപിതാക്കളും ചോദിക്കുന്നത് ഈ ബുദ്ധിമുട്ട് വേണ്ട, ഒഴിഞ്ഞു പോകട്ടെ. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ സൗന്ദര്യ പിണക്കങ്ങൾ വരുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സൗകര്യം പോലെ ഡൈവോഴ്സ് നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ബുദ്ധിമുട്ട് വേണ്ട, ത്യാഗം വേണ്ട. ഇന്നലെ ഞാൻ ജയിലിലാണ് 3-ാമത്തെ കാലുകഴുകൽ ശുശ്രൂഷ. ബസിലിക്കയിൽ 12 വൈദികരുടെ കാലുകൾ കഴുകി. എയ്ഡ്സ് സെൻട്രൽ ഗ്രേസ് ഹോമിൽ ചെന്ന് 12 എയ്ഡ്സ് രോഗികളുടെ കാലുകൾ കഴുകി. 3-ാമത് ജയിലിൽ പോയി 12 പേരുടെ കാലുകൾ കഴുകി. അവിടെ ഇരിക്കുമ്പോൾ ആ ജയിലിൻ്റെ സൂപ്രണ്ട് ഇപ്പോഴത്തെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഒരുപാട് കുറ്റകൃത്യങ്ങൾ, അതിലെല്ലാത്തിലും പലപ്പോഴും കുട്ടികളെക്കുറിച്ച് പറയുന്നു. മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെ വളരുന്ന മക്കളുടെ ഡൈവോഴ്സ് തനിച്ചായിരിക്കുന്നവരാണ് പലപ്പോഴും കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോകുന്നത് എന്ന്. കുടുംബജീവിതത്തിൻ്റെ, മനുഷ്യജീവിതത്തിൻ്റെ, സമൂഹ ജീവിതത്തിൻ്റെ ആ ത്യാഗം വഴിയുള്ള സ്നേഹം മറ്റുള്ളവരെ, മക്കള്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ അറിയാൻ ഇഷ്ടപ്പെടാതെ സ്വന്തം പദ്ധതിയുമായിട്ട് പോകുന്ന ആ സാഹചര്യത്തിൽ യേശു പറയുകയാണ്, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം, ദൈവത്തിൻ്റെ പദ്ധതി ഹിതം നിറവേറട്ടെ എന്ന്. ഇത് എല്ലാ മേഖലകളിലും, വൈദികരുടെ ഇടയിലും കന്യാസ്ത്രീകളുടെ ഇടയിലും എല്ലായിടത്തും ഞാൻ പറയുന്നത് പോലെ മാത്രം നടന്നാൽ മതി. സഭയുടെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, ഞാൻ പറയുന്നത് എൻ്റെ ഇഷ്ടം എന്നുള്ള ചിന്താഗതി എല്ലാ മേഖലകളിലുമായി. ഈ കുരിശിനെ ഒന്ന് നോക്കുക. ആ ക്രൂശിൽ യേശു കിടക്കുന്നത് മനുഷ്യന്റെ രക്ഷയ്ക്കാണെങ്കിൽ ഒരൊറ്റ കാരണമാണ്, പിതാവേ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞത്. അതാണ് രക്ഷയുടെ ദൈവഹിതം നിറവേറ്റലാണ് രക്ഷയുടെ ഒരേ ഒരു പാത എന്ന് കുരിശിൽ കിടക്കുന്ന യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത്, നാശത്തിലൂടെ ജീവിക്കുന്നവർക്ക് അത് ഇടർച്ചയും ഭോഷത്വവുമാകാം, എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിക്കുന്നവർക്ക് അത് വിജയവും രക്ഷയുമാണ് എന്ന്. കുരിശ് നമുക്ക് രക്ഷയുടെ അടയാളമാണ്. യേശുവിൻ്റെ കുരിശിനെ ഞാൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചിന്തിക്കാൻ പീഡാനുഭവ നാടകത്തിലെ ഏതാനും പേരെ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്തുക. ആ കുരിശ് മരണത്തെ നോക്കി നിന്ന ജനങ്ങളെ, ആ ജനങ്ങളെ പോലെയാണോ ഞാൻ ഇന്നും പ്രവർത്തിക്കുന്നത് എന്ന് ആത്മശോധന ചെയ്യാനാണ് ഞാൻ ക്ഷണിക്കുന്നത്.
5 ദിവസങ്ങൾക്ക് മുമ്പ് ഓശാന ഞായറാഴ്ച ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ അതേ ജനം തന്നെ സൗകര്യം പോലെ വാക്കുകൾ മാറി അവനെ ക്രൂശിക്കുക എന്ന് സൗകര്യം പോലെ മാറ്റി മാറ്റി പറയുന്ന മനോഭാവമുള്ള ജനമായി ഞാനും നിങ്ങളും മാറുന്നുണ്ടോ എന്ന്. അത് സഭയുടെ കാര്യമാകാം, കുടുംബജീവിതത്തിൻ്റെ രാഷ്ട്രമാകാം, എല്ലാം ഇങ്ങനെ സൗകര്യം പോലെ മാറി മാറി മറിയുന്ന, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാതെ സൗകര്യം പോലെ അഭിപ്രായങ്ങൾ മാറുന്ന, അവന് ക്രൂശിക്കുക, എല്ലാവരും ഒരു കുരിശിൽ കിറക്കുക, നിരപരാധികളെ ക്രൂശിക്കുന്നതിന് ഞാൻ കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ ക്ഷണിക്കുക. ആ ജനം കൊടും കുറ്റവാളിയായ ബറാബാസിനെ സ്വീകരിച്ച് യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ പറഞ്ഞു. നന്മയെ സ്വീകരിക്കാതെ ഇന്ന് തിന്മകളെ, അത് മയക്കുമരുന്നാകാം, ലൈംഗിക അതിക്രമങ്ങളാകാം, മറ്റുള്ള കുറ്റപ്പെടുത്തുന്ന തെറ്റായ വാസനം, ഇങ്ങനെ തിന്മയെ സ്വീകരിക്കാൻ ബറാബാസിനെ വിട്ടയക്കുക എന്ന് പറയുന്ന മനോഭാവം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാനാണ് ഈ ക്രൂശിത രൂപം നമ്മെ ക്ഷണിക്കുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ യേശുവിനെ രാജാവാക്കാൻ നോക്കി. പക്ഷേ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പീലാത്തോസിൻ്റെ മുമ്പിൽ ധീരതയോടെ പറഞ്ഞ യേശുവിനെ ആ ജനങ്ങൾ പറഞ്ഞത്, നീ ദൈവപുത്രനാണ്, ഇറങ്ങി നീ രക്ഷപ്പെട, ജനങ്ങൾക്ക് നിന്നെ വേണ്ട എന്ന്. ഈ ക്രൂശിതനായ യേശുവിന് വേണ്ട എന്ന് പറയുന്ന ജനത്തെ പോലെ ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ആത്മശോധന ചെയ്യണം. തെറ്റായ വിധികൾ നടത്തുന്നവർ ഒത്തിരി പേരുണ്ട്. പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ, യഹൂദ നേതാക്കന്മാർ, അങ്ങനെയുള്ള നേതാക്കന്മാർ ഞാനായിട്ടുണ്ടോ? ഞാൻ എങ്ങനെയാണ് യേശുവിൻ്റെ കുരിശിനെ നോക്കുന്നത്? അനേകം പേർ മരിക്കാതിരിക്കാൻ ഒരാൾ മരിക്കുന്ന നല്ലതാണെന്ന് പറഞ്ഞ കയ്യാപ്പായെ പോലെ ഞാനും ഒരുത്തം പൊക്കോട്ടെ, ഒരു നിരപരാധി പൊക്കോട്ടെ, എനിക്ക് കുഴപ്പം വേണ്ട എന്ന് ചിന്തിക്കുന്ന മനോഭാവമുണ്ടോ? കുറ്റമില്ലാത്തവനെന്ന് കണ്ടിട്ടും കുറ്റക്കാരനെന്ന് പറഞ്ഞ് കൈ കഴുകാനുള്ള മനോഭാവം. നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ കൈ കഴുകുന്നവരാണ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന മനോഭാവം. ഹെറോദേസിനെ പോലെ പ്രവർത്തിച്ചിട്ടുണ്ടോ? പീലാത്തോസിനെ പോലെ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഒരു കുറ്റവാളിയെ കണ്ടപ്പോൾ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും ആ ആരാച്ചാരന്മാരെ പോലെ, പോലീസുകാരെ പോലെ, പട്ടാളക്കാരെ പോലെ ഞാൻ പ്രവർത്തിച്ചു പോയിട്ടുണ്ടോ? എല്ലാത്തിലും എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചിന്തിക്കല്. അവരെ കളിയാക്കുമ്പോൾ ശിരസിൽ മുൾമുടി ധരിപ്പിച്ച് ഞാങ്ങണ കൊടുത്ത് തുപ്പി കളിയാക്കിയപ്പോൾ നീ രാജാവാണ്, യഹൂദന്മാരുടെ രാജാവാണ് എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ മറ്റുള്ളവരെ കളിയാക്കുന്നതിൽ ആനന്ദിക്കുന്ന വ്യക്തിയായിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായി ക്രൂശിത രൂപത്തെ നോക്കുന്നത്? മറ്റുള്ളവരുടെ വേദനയിൽ എനിക്കെന്തെങ്കിലും കിട്ടുമോ? നറുക്കിടുക, മേലങ്കിക്ക് വേണ്ടി നറുക്കിട്ടിടുക, വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുക, അങ്ങനെ മറ്റുള്ളവരുടെ വേദനയിൽ എങ്ങനെയും നശിപ്പിച്ച് നറുക്കിട്ടെടുക്കുന്ന ആ ആരാച്ചാരന്മാരെ പോലെ ഞാനും എപ്പോഴെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ തന്നെയാണ് ഈ ക്രൂശിത രൂപം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. കള്ളന്മാരെ പോലെ, നല്ല കള്ളനുണ്ട്, ചീത്ത കള്ളനുണ്ട്. ഈ കുറ്റം പറയുന്ന ജനത്തിൻ്റെ കൂടെ അവസാന നിമിഷത്തിലും കുറ്റം കറിയുന്ന ആ ചീത്ത കള്ളനുണ്ട്. എന്നാൽ അവസാന നിമിഷത്തിൽ നിന്റെ രാജ്യത്തിൽ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞ് അവസാന നിമിഷത്തിൽ പശ്ചാത്തപിച്ച നല്ല കള്ളനെ പോലെ ജീവിതത്തിൽ മാപ്പ് ചോദിക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന് ഈ ദിവസങ്ങളിൽ നല്ല കുമ്പസാരം നടത്തി പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് യേശുവിനെ സ്വീകരിക്കാൻ, യേശുവിൻ്റെ കുരിശിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഞാൻ നല്ല കള്ളനെ പോലെ പ്രവർത്തിച്ചിട്ടുണ്ടോ? ശതാധിപൻ ഇതെല്ലാം കണ്ടു. മത്തായി സുവിശേഷത്തിൽ 27-ാമത്തെ അധ്യായത്തിൽ 54-ാമത്തെ വാക്യത്തിൽ, മാർക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ വാക്യം ഒന്ന് വായിക്കുന്ന നല്ലതാണ്. ഇതെല്ലാം കണ്ട് നോക്കി നിന്നു. അവൻ യഹൂദനല്ല, യേശുവിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ ഇതെല്ലാം കണ്ടപ്പോൾ ശതാധിപൻ പറയുകയാണ്, ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു, ദൈവപുത്രനാണ്. ആ ശതാധിപനെ പോലെ ദൈവപുത്രനാണെന്ന് കുരിശിൽ കിടക്കുന്ന യേശുവിനെ നോക്കി എനിക്ക് പറയാൻ സാധിക്കുമോ? എനിക്ക് എൻ്റെ ചുറ്റുപാടും കുരിശു വഹിച്ചുകൊണ്ട്, കുറ്റം ചെയ്യാത്തവർ പോലും കുരിശു വഹിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യർ ധാരാളമുണ്ട്. ഒരു കൈത്താങ്ങ്,
കുരിശിൽ നിന്ന് താങ്ങാനുള്ള ശിമിയോന്റെ മനോഭാവം എനിക്കുണ്ടാകുമോ? വേദനിക്കുന്ന മനുഷ്യന്റെ കയ്യിലുള്ള തുവാലെടുത്ത് വെറോനിക്കയെ പോലെ ഒന്ന് തുടയ്ക്കാൻ ഇന്ന് കുരിശും വഹിച്ചുകൊണ്ട് ഒരുപാട് മനുഷ്യര് വീട്ടിൽ തന്നെ ചിലപ്പോൾ മാതാപിതാക്കള് ആരും നോക്കാതെ, മക്കൾ നോക്കാതെ വീട്ടിൽ കിടക്കുന്ന മാതാപിതാക്കളുണ്ട്. പല മക്കളും എന്ന് പറയുന്ന അപ്പൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹമാണ്. അങ്ങനെയുള്ള വിഷമത്തിൽ ഒരു തുവാലയുണ്ട് ഒന്ന് തുടയ്ക്കാനെങ്കിലും സാധിക്കുമോ കുരിശിനെ നോക്കിയിട്ട്? ആ സ്ത്രീകളെ പോലെ കുറ്റം ചെയ്യാത്തവരെ കാണുമ്പോൾ ഒന്ന് കരയാനെങ്കിലും എനിക്ക് സാധിക്കുമോ? യേശു കുരിശും വഹിച്ചുകൊണ്ട് നടക്കുന്നു. യേശു കുരിശിലേറി കിടക്കുന്നു. യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് പലരും ഓടി ഒളിച്ചു. ഒരാളൊഴികെ, യോഹന്നാൻ ഒഴികെ മറ്റുള്ളവരൊക്കെ ഓടി ഒളിച്ചു. പ്രശ്നം വരുമ്പോൾ ഓടി ഒളിക്കുന്നവരല്ലേ ഞാനും നിങ്ങളും പലപ്പോഴും? അതിൽ 2 പേരെ ഒന്ന് പ്രത്യേകം ഓർക്കുന്നത് നല്ലതാ, പത്രോസും യൂദാസും. ഏറ്റവും പ്രത്യേകമായി പരിഗണന ലഭിച്ചവനാണ് പത്രോസും യൂദാസും ഒക്കെ. പത്രോസിനെ വിളിച്ച് അമ്മായി അമ്മയെ സുഖപ്പെടുത്തി എല്ലാ പ്രധാന കാര്യങ്ങളിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാക്കി. താബോർ മലയിലേക്ക് പോയപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ അവസരങ്ങളിലും കൂടെ കൊണ്ടു നടന്ന പത്രോസ്, പക്ഷേ യേശുവിനെ ഇന്ന് നാം വായിച്ചു കേട്ടത് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. എല്ലാവരുടെ മുമ്പിൽ നിന്നും മത്തായി 16:14 വായിക്കുന്നത്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മത്തായി 16:24 സ്വയം പരിത്യജിച്ച് കുരിശെടുത്ത് പിന്നാലെ വരണമെന്ന് പറഞ്ഞപ്പോൾ അത് മുഴുവൻ അവന് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ പറഞ്ഞു, എനിക്ക് ജെറൂസലമിലേക്ക് പോകണം, പീഡകൾ സഹിക്കണം, മരിക്കണം. അത് പറഞ്ഞപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ പത്രോസിനെ വിളിച്ചൊരു പേരുണ്ട്. ആ പേരെന്താ? സാത്താനെ. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നതെല്ലാം സാത്താന്മാരുടെ പണിയാണ്. എന്തുകൊണ്ട് പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു? പത്രോസിന് ദൈവത്തിൻ്റെ പദ്ധതിയല്ല, തൻ്റെ പദ്ധതിയാണ് പ്രധാനപ്പെട്ടത്. ദൈവത്തിൻ്റെ ശക്തിയേക്കാൾ അവൻ കയ്യിലിരുന്ന വാളാണ് മാൽക്കോസിൻ്റെ ചെവി മുറിക്കാനായി ഉപയോഗിച്ചത്. ഭൗതിക ശക്തി, ദൈവിക ശക്തിയല്ല, ദൈവിക പദ്ധതിയല്ല. അവൻ എടുത്തത് വാളാണ്. വാളെടുക്കുന്നവൻ വാളാലെ തന്നെ മരിക്കും. അവൻ ഉത്തിതനായ യേശുവൻ സ്വന്തം പദ്ധതി അനുസരിച്ച് മീൻ പിടിക്കാൻ പോകുന്ന കാര്യം യോഹന്നാൻ സുവിശേഷം 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. മുൻകൂട്ടി വാണിംഗ് കൊടുത്തു. 3 പ്രാവശ്യം, കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം എന്നെ തള്ളി പറയേ, ആരുപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കില്ലെന്ന് വീരവാചകം മുഴക്കി. പക്ഷെ ആ പത്രോസ് തള്ളി പറഞ്ഞു. യേശു ഉപേക്ഷിച്ചില്ല. യേശു അവനെ തിരിഞ്ഞു നോക്കി. കോഴി കൂവിയപ്പോൾ യേശുവിൻ്റെ നോട്ടം അവനെ മാറ്റിമറിച്ചു. കുരിശിൽ കിടക്കുന്ന യേശു തന്നെ പീഡിപ്പിക്കുന്ന ഒരു പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് ആ ജനത്തെ നോക്കി മാപ്പ് കൊടുത്തു. വ്യഭിചാരിണിയായ സ്ത്രീക്ക് മാപ്പ് കൊടുത്തു. തള്ളിപ്പറഞ്ഞ പത്രോസിനെ മാപ്പ് കൊടുത്തു. അവന് നോക്കി ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും, മാധ്യമങ്ങളിലൂടെ കാണുന്ന ഓരോരുത്തരെയും ക്രൂശിതനായി യേശു നോക്കുകയാണ്. ആ നോട്ടം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ആ യേശുവിൻ്റെ നോട്ടത്തിൽ പത്രോസ് ആകെ മാറി. അവൻ പോയി കവിളുകളിൽ ചാലുകൾ വരത്തക്ക വിധത്തിൽ പോയി കരഞ്ഞു. എന്നാൽ അപ്പുറത്ത് ഒരു മനുഷ്യൻ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അവൻ എന്തുകൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുത്തു യൂദാസ് എന്ന ചോദ്യത്തിന് അവന് പ്രധാനപ്പെട്ടത് ദൈവമല്ല, സഭയല്ല, വിശ്വാസമല്ല. അവന് പ്രധാനപ്പെട്ടത് ദ്രവ്യാഗ്രഹമാണ്. 300 ധനാറ് വിലയുള്ള നർദീൻ തൈലം കൊണ്ടുവന്നപ്പോൾ അവൻ പറയുക, അത് പാവപ്പെട്ടവർക്ക് കൊടുത്തോട്ടെ എന്ന്. ചിലപ്പോൾ പള്ളി പണിയുന്ന സമയത്ത് പറയാം, പാവപ്പെട്ടവർക്ക് കൊടുത്തോട്ടെ എന്ന്. അവൻ്റെ ഉള്ളിൽ പാവപ്പെട്ടവരെ സഹായിക്കലല്ല ലക്ഷ്യം, അവൻ അതിൽ നിന്ന് കുറേശ്ശെ എടുക്കലാണ് പണത്തിന് വേണ്ടി. 30 വെള്ളിക്കാശ് ഓഫർ ചെയ്തപ്പോൾ
ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ ഒരു മടിയുണ്ടായിരുന്നില്ല. അവൻ്റെ ചരിത്രത്തിൽ സെലറ്റ്സ് തീവ്രവാദ ഗ്രൂപ്പിൽ നിന്ന് വന്നവനാ, നല്ലവനായി എന്നും പറഞ്ഞു. പക്ഷേ തീവ്രവാദ മനോഭാവം അവനിൽ ഇല്ലാതായില്ല. അവൻ വിചാരിച്ചു ദൈവപുത്രനാണ്, ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യേശുവിന് ഇതൊന്നും സംഭവിക്കില്ല, ഇതൊന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടുകൊള്ളും എന്ന് ചിന്തിച്ച യൂദാസിന് മനസ്സിലായി ദൈവത്തിൻ്റെ പദ്ധതിയിൽ യേശു കുരിശു മരണത്തിന് വിധിക്കപ്പെടുകയാണ്. പിന്നെ അവന് നിരാശയായി. സ്നേഹിത എന്ന് പറഞ്ഞ് നീ ചുംബനം കൊണ്ടാണ് ഒറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ചിത്രകാരന്മാർ വരയ്ക്കുന്നൊരു പടമുണ്ട്. ഒരിക്കലും യൂദാസ് തിരിച്ച് യേശുവിനെ നോക്കിയില്ല. പത്രോസ് നോക്കി, യൂദാസ് നോക്കിയില്ല. യേശുവിനെ തിരിച്ചൊന്ന് നോക്കിയിരുന്നെങ്കിൽ യൂദാസ് രക്ഷപ്പെട്ടേനെ. നോക്കിയില്ല, നിരാശപ്പെട്ടു പോയി തൂങ്ങി ചത്തു. ഇന്നത്തെ പല പ്രതിസന്ധികളും പലപ്പോഴും ആത്മഹത്യകളിലും ഒക്കെ പിന്നിൽ ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ടെന്നുള്ളൊരു ചിന്ത, ദുഃഖവെള്ളിയാഴ്ച ഉയർപ്പ് ഞായറാഴ്ചയിൽ നയിക്കുമെന്നുള്ള കുരിശിനെ നോക്കിയുള്ള ചിന്ത, ആ ചിന്തയും വിശ്വാസവും ഇല്ലാത്തതാണ് പലപ്പോഴും ആത്മഹത്യകളുടെ, യൂദാസിനെ പോലെയുള്ള പ്രവർത്തനങ്ങളുടെ കാരണം. പരിശുദ്ധ കുർബാന അവഹേളിച്ചുകൊണ്ടാണ് അവൻ ആ ഒടുവിലത്തെ അത്താഴ വേളയിൽ നിന്ന് എഴുന്നേറ്റ് പോയത്. ഇന്നും പലതരത്തിൽ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നവരുണ്ട്. പരിശുദ്ധ കുർബാനയിൽ, പരിശുദ്ധ കുർബാന ആരാധനയിൽ എനിക്ക് ആവശ്യമായ ആശ്വാസം കിട്ടുമെന്ന് വിശ്വാസത്തോടെ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കാരണം കർത്താവിൻ്റെ അനുഗ്രഹം അത്രമായി ലഭിക്കും. ഞാൻ കുരിശിനെ നോക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധ കുർബാനയെ നോക്കുന്നത് എങ്ങനെയാണ്? ഞാൻ അവഹേളിക്കുന്നുണ്ടോ? ഞാൻ യേശുവിനെ തിരിഞ്ഞു നോക്കാതെ പോകാറുണ്ടോ? എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പത്രോസ് അപ്പസ്തോല പ്രവർത്തനം 1:14 കാണുന്ന പോലെ യേശുവിൻ്റെ പീഡാസഹനം അതൊക്കെ കഴിഞ്ഞപ്പോൾ പത്രോസ് പോയത് സഹിയോൻ ശാലയിൽ പരിശുദ്ധ അമ്മയോട് കൂടിയുള്ള പ്രാർത്ഥനയിലാണ്. എനിക്ക് ചിന്തിക്കാറുണ്ട്, യൂദാസ് ഒന്ന് ഇത് കഴിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് പോയിരുന്നെങ്കിൽ ഒരിക്കലും തൂങ്ങി മരിക്കേണ്ടി വരുമായിരുന്നില്ല. അമ്മയുടെ അടുത്തേക്ക്, യേശുവിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ തയ്യാറുണ്ടോ? യേശുവിനെ അനുധാവനം ചെയ്ത പരിശുദ്ധ അമ്മ, അവിടുത്തെ ഇഷ്ടം, ഇതാ കർത്താവിൻ്റെ ദാസി, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് കുരിശിൻ്റെ വഴിയിലൂടെ 4-ാം സ്ഥലത്ത് കാണുന്നത് പോലെ വഴിയിലൂടെ നടന്നു നീങ്ങി കുരിശിൻ്റെ കീഴിൽ നിന്ന് രക്ഷയുടെ അനുഭവം സ്വീകരിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ രക്ഷപ്പെടും. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ യേശു പറഞ്ഞത്, ഇതാ നിന്റെ അമ്മ. ആ അമ്മ യോഹന്നാനെ നോക്കി പറഞ്ഞതുപോലെ എന്നെയും നിങ്ങളെയും നോക്കി യേശു നൽകിയത്, ഇത് നിന്റെ അമ്മയാണ്. ഈ അമ്മയോട് കൂടെ നിന്നാൽ കുരിശിൻ്റെ കീഴിൽ നിൽക്കുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ചോദ്യം ഇതാണ്, നീ നിന്റെ രക്ഷയ്ക്കായി, നിന്റെ സാന്ത്വനത്തിനായി, നിന്റെ ജീവിത വിജയത്തിനായി യേശു കുരിശിൽ വെച്ച് നൽകിയ അമ്മയോട് നീ ചേർന്ന് നിൽക്കുന്നുണ്ടോ? യോഹന്നാനെ പോലെ കുരിശിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ നിനക്ക് ശരിയായ സന്തോഷമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ കുരിശിനെ ഒന്നുകൂടി നോക്കുക. കുരിശ് ശാപമാണോ രക്ഷയാണോ? ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ, കുരിശ് മരത്തിൽ തന്നെ ഉയർത്തപ്പെടുമ്പോൾ ലോകത്തെ മുഴുവൻ ആകർഷിക്കുമെന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ 12:32 യേശു പറഞ്ഞ ആ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നമുക്ക് യേശുവിൻ്റെ കുരിശിനെ ഒന്നുകൂടി നോക്കാം. നമുക്ക് കുരിശ് വരയ്ക്കാം, കുരിശ് ധരിക്കാം, കുരിശ് നമുക്ക് നമ്മുടെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം വയ്ക്കാം, കുരിശിനെ സ്വീകരിക്കാം, കുരിശിനെ അനുധാവനം ചെയ്യാം. കുരിശിനെ പുൽകുന്നവർക്കൊക്കെ ശരിയായ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അധികം താമസിയാതെ പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണത്തിന് ശേഷം ക്രൂശിത രൂപം ഇറക്കി ഇവിടെ വയ്ക്കാൻ പോവുക. നമ്മൾ അതിന് തൊട്ടുമുത്താൻ പോവുക. ആ കുരിശിനെ ചുംബിക്കുമ്പോൾ, തൊട്ടുമുത്തുമ്പോൾ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തയുണ്ട്. ആ കുരിശാണ്, യേശുവിൻ്റെ കുരിശാണ് കിരീടമായി തീരുന്ന, മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനമായി തീരുന്ന,
വിജയമായി തീരുന്ന, ജീവിതത്തിന് അർത്ഥം നൽകുന്ന യേശു നൽകിയ ഏറ്റവും വലിയ രക്ഷയുടെ അടയാളം. നമുക്ക് ആ കുരിശിനെ സ്വീകരിക്കാം. നമുക്ക് കുരിശു രൂപത്തെ ഒന്നുകൂടി നോക്കാമോ? എല്ലാവരെയും കൈകൾ കൂപ്പി കണ്ണുകൾ കുരിശു രൂപത്തിലേക്ക് നോക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കൊന്ന് മുട്ടുകുത്താമോ? അതായിരിക്കും നല്ലത്. ഒന്നുകൂടി മുട്ടുകുത്താമോ? പാട്ടുകാരോട് ഞാൻ ഒന്നുകൂടി ക്ഷണിക്കുകയാണ്, ഈ കുരിശിനെ ആരാധിക്കാൻ, വണങ്ങാൻ, സ്വീകരിക്കാൻ, രക്ഷയുടെ അടയാളമായി സ്വീകരിക്കാൻ, കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ ഒന്ന് പാടാനായി ക്രൂശിത രൂപത്തിൽ നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി ആലപിക്കാം, കുരിശിനെ വണങ്ങാം എന്ന് പ്രാർത്ഥിക്കാം. നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിൽ കുരിശുകൾ എടുക്കുന്ന മനുഷ്യരുണ്ട് നമ്മുടെ തന്നെ ജീവിതത്തിലും. ആ കുരിശിന് അർത്ഥം കിട്ടണമെങ്കിൽ മറിയത്തെ പോലെ, യോഹന്നാനെ പോലെ, ശിമയോനെ പോലെ, വെറോനിക്കയെ പോലെ പശ്ചാത്തപിച്ച് കരഞ്ഞ് യേശുവിനെ സ്വീകരിച്ച പത്രോസിനെ പോലെ നമുക്ക് കുരിശിനെ നോക്കാം. നമുക്ക് ഒന്നുകൂടി നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കൈകൾ കൂപ്പി ആലപിക്കാം. താണും ഞങ്ങൾ വണങ്ങുന്നു എന്ന് പറയുമ്പോൾ സാധിക്കുന്നവർ കുമ്പിട്ട് തന്നെ യേശുവിൻ്റെ കുരിശിനെ വണങ്ങാനായി ഞാൻ ക്ഷണിക്കുകയാണ്. വീടുകളിലുള്ളവരോട് മുട്ടുകുത്തി തന്നെ ഈ കുരിശിനെ വണങ്ങാൻ സാധിക്കുന്നവർക്ക് വണങ്ങാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് കുരിശിനെ ആരാധിക്കാം, വണങ്ങാം. നമ്മുടെ രക്ഷയുടെ അടയാളമായി യേശുവിൻ്റെ കുരിശിനെ സ്വീകരിക്കാം.